അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് സ്നാക്കായിട്ട് കഴിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കറികൾ വേണമെങ്കിൽ ചിക്കൻ കറി, ബീഫ് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കാൻ വെറും 4 ഇൻഗ്രീഡിയൻസ് മതി. അരി അരക്കേണ്ട ആവശ്യം ഒന്നുമില്ല. അപ്പോൾ ഈ ഡിഷിൻ്റെ പേരെന്താണെന്ന് അറിയണ്ടേ? മുട്ടപ്പത്തിരി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ആദ്യം ഒരു മിക്സി ജാർ എടുക്കുക, അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഇനി ഇതിലേക്ക് ഈ ഒരു ഗ്ലാസ് അളവിൽ ഒരു കപ്പ് ഫുള്ള് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത് സെയിം ഗ്ലാസ്സിൽ തന്നെ ഒരു കപ്പ് അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഞാനിതിവിടെ 3 പപ്പടം വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതായിരുന്നു, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല വെള്ളമാവാനും പാടില്ല, നല്ല കട്ടിയാവാനും പാടില്ല. നമ്മളൊരു മൈദദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കട്ടിയില്ല, ആ ഒരു കട്ടി മതിയാവും. ഞാനിപ്പോൾ ഒരു 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, എങ്ങനെയാണ് വെള്ളത്തിൻ്റെ അളവ് നോക്കുക. അപ്പോൾ ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വെക്കേണ്ടത്. ഇനി ഇതൊരു 2 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അതേ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഓയിൽ ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കാണാൻ നന്നായിട്ട് പൊങ്ങി വരുന്നത്. നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആക്കിയെടുക്കില്ലേ, അതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേ നമ്മുടെ മുട്ടപ്പത്തിരി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഡിഷ് നമുക്ക് ചായയുടെ ഒപ്പം വെറുതെ കഴിക്കാനും ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്, അകത്ത് നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ കറി കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. ഞാനിത് സെർവ് ചെയ്തത് ബീഫ് കറിയുടെ ഒപ്പമാണ്. കിഡു ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അതുപോലെ തന്നെ ഇത് അരി അരച്ചിട്ടൊക്കെ കണ്ടിട്ടുള്ളത്, പക്ഷെ ഇത് അരി അരക്കാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഇതുപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ബൈ ആൻഡ് ടേക്ക് കെയർ.